എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. Someone else misunderstands what I'm saying. That's their misunderstanding. I don't have to prove what I'm thinking or what I'm feeling, or I don't have to say no, it's like this, it's like that. I don't have to explain myself. അതിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട കാലമാണ്. പക്ഷെ അങ്ങനെ പേടിച്ച് നമുക്ക് ജീവിക്കാനാണെങ്കിൽ വരാതിരിക്കാനേ പറ്റുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് വിസ്മയ മോഹൻലാൽ, ലാലേട്ടൻ്റെ വൈഫ്, ഇവരെല്ലാവരും കൂടെ തന്നെ കൊടുക്കുന്ന ഇന്റർവ്യൂസ് ആണ്. അപ്പം തുടക്കം എന്ന് പറയുന്ന വിസ്മയ മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. അപ്പോൾ ആ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൊടുത്തേക്കുന്ന ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂസിനകത്തൊക്കെ തന്നെയാണെങ്കിൽ നമ്മുടെ മേജർ രവിയണ്ണനാണെങ്കിൽ ഒന്ന് രണ്ട് മറുപടികൾ പേര് പറയാതെ ഇപ്പൊ ഈ ഇന്റർവ്യൂവർ ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയുന്നതാണ്. പക്ഷെ പൊതുവായിട്ട് പറഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ടുള്ളത് നമ്മുടെ രവിയണ്ണൻ ഇട്ട് കൊടുക്കുന്ന പോലെയാണ് സുഹൃത്തുക്കളെ. മറ്റൊന്നല്ല, ഈ കഴിഞ്ഞ ഡൽഹി പ്രൊട്ടസ്റ്റില് അഭിപ്രായം പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ, അതായത് ഈ ഒരു പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു വിസ്മയ മോഹൻലാൽ. അപ്പൊ അങ്ങനെ വിസ്മയ മോഹൻലാൽ ആ ഒരു പ്രൊട്ടസ്റ്റിന്റെ സ്റ്റുഡൻസിന്റെ ഒപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് വന്നതിനെ തുടർന്നിട്ട് ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കുകൾ, യൂഷ്വൽ സംഗി ചാണകം തിങ്സ് അതങ്ങനെ വരുമല്ലോ. അപ്പൊ അങ്ങനെ കുറെ സൈബർ അറ്റാക്ക് വരികയും അപ്പൊ തന്നെ മേജർ രവിയണ്ണം വന്ന് പറഞ്ഞേക്കുന്ന കാര്യം എന്തായിരുന്നു, എന്റെ അടുത്ത സുഹൃത്തിന്റെ മകളാണ്, അവൾക്ക് അങ്ങനെയൊന്നല്ല അതാതെന്ന് പറഞ്ഞതിന്റെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ കൊടുത്തേക്കുന്ന കുറച്ച് മറുപടികൾ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ആദ്യം ഈ ഓർമ്മയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മേജർ രവിയണ്ണം വന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നിങ്ങളുടെ ഫ്രണ്ടിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം കുറച്ച് ആൾക്കാരെ എനിക്ക് വിളിക്കുന്നുണ്ട്. ഒറ്റ വാക്ക് പറഞ്ഞു നിർത്താം. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള, കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു അനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ രക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട്, അതിനെ എടുത്തുകൊണ്ട് വരുമെന്നും പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ആയി നടന്നിട്ടുള്ള സംഭവം, ഈ കുട്ടി പഠിച്ചതും വളർന്നതെല്ലാം വിയറ്റ്നാമിലായിരുന്നു. അവിടെയുള്ള ഒരു സ്ട്രേ ഡോഗ്, ഒരു ഡോഗിനെ ഒരാൾ ആക്രമിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി ആ ഡോഗിനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് വഴി സംസാരിച്ച് പെർമിഷൻ എടുത്തുകൊണ്ടാണ് ആ ഡോഗിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത്. ആ കുട്ടി കണ്ടതാണ് ഒരു ബ്ലോക്കിനകത്ത് ഒരു കുട്ടീനെ അടിക്കുന്നു, അതിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ടു. നിങ്ങൾ അതിനെ അങ്ങ് ഫുള്ള് കാക്രോച്ച് പാർട്ടിക്കുള്ള സപ്പോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം പലരും എനിക്കും ഉണ്ട്, നിങ്ങളുടെ ആളല്ലേ എന്നെല്ലാം പറഞ്ഞുണ്ട്. പക്ഷെ ഞാൻ അറിയുന്ന മായ എന്ന് പറയുന്ന കുട്ടിക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംഭവം, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. എന്താണ് ഈ സംഭവം, എന്താണ് ഈ അജിറ്റേഷൻ? അവിടെ കണ്ട് ചെറിയ കുട്ടീനെ അടിക്കുന്നു, കുട്ടികളെ അടിക്കുന്നു എന്ന് കണ്ടപ്പോൾ ചെറിയ കുട്ടി ഇല്ല അവിടെ. കുട്ടികളെന്ന് നിങ്ങൾ പറയുന്നവരേ ഉള്ളൂ. അപ്പൊ അവിടെ വന്നിരിക്കുന്നവർ മുഴുവൻ എന്താ ചോദിച്ചാൽ ഞാൻ നീറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല, എന്നിട്ട് എന്താ നീറ്റിന്റെ ഫുൾ ഫോം എന്താ, അതുപോലെ അറിയാത്ത ആൾക്കാരാണ് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. ആ കുട്ടിയുടെ ആ ഒരു വികാരമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഇത്രയും വലിച്ചു നീട്ടേണ്ട കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനുശേഷം പിന്നീട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഞാനിതുവരെ സംസാരിച്ചിട്ടില്ല. പലതും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതുമാണ്. അതിൽ കൂടുതലൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് സംഭവം ഇങ്ങേർക്കുള്ള മറുപടി നമ്മൾ മുമ്പത്തെ വീഡിയോസിനകത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, വളരെ വിശദമായിട്ട് തന്നെ. എങ്കിലും ഒരൊറ്റ കാര്യം മാത്രം പറയാം, ഒരുമാതിരി മറ്റടത്ത സോംബി വർത്താനമല്ലേ നമ്മുടെ രവിയണ്ണം പറഞ്ഞേക്കുന്നത്. എന്താണെങ്കിൽ ഈ വർത്താനത്തിന് തന്നെ കൃത്യമായിട്ട് പുള്ളിക്കാരിയുടെ സ്റ്റാൻഡ് എന്താണെന്നോ അല്ലെങ്കിൽ ലാലേട്ടന്റെ ഈ ഒരു വിഷയത്തിലെ സ്റ്റാൻഡ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ ഇന്റർവ്യൂസിനകത്ത് പറയുന്നുണ്ട്. എന്റെ രവിയണ്ണ വിസ്മയ മോഹൻലാല് കൊടുത്തേക്കുന്ന ഇന്റർവ്യൂസിനകത്തൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. Ask a question. Recently, മായ കുറെ ഒരു സോഷ്യൽ മീഡിയ ബാക്ക്ലാഷിൽ വന്നു. So, do you want to talk about it? Yeah, I stand by what I said. I believe we're a democracy and we should always be allowed to question and be heard. And that we should always have dialogue instead of force. And yeah, I don't think your politics should ever supersede your humanity. And regardless of which party is in power, if tomorrow the same thing was to happen, I would still feel the same way. So, very good. Yeah. പൊളിറ്റിക്സിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത വിസ്മയ മോഹൻലാൽ, ഈ രവിയണ്ണം വന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങളായിരുന്നേ. പൊളിറ്റിക്സിനെ പറ്റിയിട്ട് ആ കൂടി കുന്നരത്തിൽ വന്ന് പറയുകയാണ്. അത് നിങ്ങൾ ഒരു സ്ട്രേ ഡോഗിന്റെ കാര്യം പറയുന്ന പോലെ അത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് രവിയണ്ണം പറഞ്ഞേക്കുന്നതാണ്. ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. നമ്മുടെ ഭരണകൂടം ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള എല്ലാവിധ അവകാശങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയായിട്ടുള്ള വിസ്മയ മോഹൻലാലിന് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ ഒരു
കാര്യം എന്താണെന്ന് അറിയത്തില്ല എന്ന് നിങ്ങൾ എന്തർത്ഥത്തിലാണ് പറയുന്നത്? ഓക്കെ, ഇങ്ങേറെയൊക്കെ മൈൻഡിലെ പൊളിറ്റിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിജിയുടെ ഒക്കെ കൂട്ട് മറ്റേ മതം വിൽക്കുക, മതം വിറ്റിട്ട് ഉണ്ടാക്കുന്ന പരിപാടികൾ, ഇതൊക്കെയാണ് ഇവരുടെ മൈൻഡിൽ കിടക്കുന്ന പൊളിറ്റിക്സ്. നിങ്ങൾ ഈ മനുഷ്യന്മാരെ മതത്തിന്റെ ഒക്കെ പേരിൽ ഇങ്ങനെ വേർതിരിച്ച് കാണിക്കുന്ന ഈ വർഗീയ വിഷങ്ങളൊക്കെ വെക്കുന്ന നിങ്ങളുടെ ഈ ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടല്ലോ, അതൊക്കെ മാറ്റി വെച്ചിട്ട് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രബോധം ഉണ്ടാവുക എന്നത് തന്നെയാണ്. അല്ല, രാഷ്ട്രബോധം ഉണ്ടാവുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക, ഇതൊക്കെ തന്നെയല്ലേ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളെ പോലുള്ള നിങ്ങളുടെ മേളിൽ ഇരിക്കുന്ന ആളുകൾ, നിങ്ങൾ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, വർഗീയ വശങ്ങളൊക്കെ തുപ്പുക, ചാണകം ചവച്ച് തുപ്പുക, ഇതൊക്കെ അല്ലേ. തീർന്നിട്ടില്ല. ഇനി അടുത്തൊരു ഇന്റർവ്യൂവിനകത്ത് പറയുന്ന കാര്യമുണ്ട്. ഉദ്ദേശിച്ചത് whatever, but and I know for myself, so if someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove what I'm thinking or what I'm feeling, or I don't have to say no, it's like this, it's like that. I don't have to explain myself. If someone has a problem, they have a problem, and I can't do anything to fix that problem, and I don't have to. It's not on me to fix their problem. പോയി പണി നോക്കട ഇറക്കാ എന്നുള്ളതാണ് ഇത് കണ്ടത് എനിക്ക് തോന്നി. ഇപ്പൊ ഈ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അത്ര പറയുള്ളൂ, അത് പടയിറക്കാൻ എന്ത് വേടാ ഇത്, നീ ഏതാ, നിന്നെ ആരാ ഈ കൂട്ടിയേക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തില്, നീ ഏതാ, അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ. പട്ടാളക്കാർക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരങ്ങേര് എന്തടാ ഇത് പറയുമ്പോൾ എനിക്ക് വിസ്മയ മോഹൻലാലിന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർവ്യൂസിനകത്തോ അല്ലെങ്കിൽ മീഡിയാസിന്റെ മുന്നിൽ ഫേസ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നിന്ന് സംസാരിക്കാൻ ഭയങ്കര നെർവസ് ആവുന്ന ഒരു വിസ്മയ മോഹൻലാൽ. ഇപ്പം ഈ പറയുന്ന പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഇന്റർവ്യൂസിനകത്തും മീഡിയാസിന്റെ ഒക്കെ മുന്നിൽ ഭയങ്കര നെർവസ് ആയിട്ട് മീഡിയാസിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതായത് ഈ പറഞ്ഞതിന്റെ പേരല്ല, അല്ലാതെ നോർമൽ ഉണ്ടാകുന്ന ഒരു ഫിയർ ഉണ്ടല്ലോ, ആ ഒരു സംഭവം, ഒരു സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയത്തില്ല, അതുപോലത്തെ ഒരു സംഭവം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നെർവസ് ഫീൽ കാര്യങ്ങളൊക്കെ മീഡിയാസിന്റെ മുന്നിൽ കാണിക്കുന്ന ഒരു വിസ്മയ മോഹൻലാലിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു വിസ്മയാണ് വന്നിട്ട് ഇത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ തുറന്നു പറയാനൊക്കെ ഒരു മനസ്സ്, ആ ഒരു ചങ്കൂറ്റം കാണിച്ചേക്കുന്നത്. ഇപ്പം ഞാൻ അതിന് ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ കൊടുത്തേക്കുന്ന അല്ലെങ്കിൽ മീഡിയാസിന്റെ മുന്നിൽ സംസാരിക്കുന്ന ഒരു ബൈറ്റ് പ്ലേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കും ഒരു അത്ര നെർവസ് ആയിട്ട് നിൽക്കുന്ന വിസ്മയാണ്. ഞങ്ങൾക്ക് തന്നെ കുറച്ച് ടെൻഷനും ആകാംക്ഷയൊക്കെ ഉണ്ട്, എന്താണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ട്രെയിലർ ഇംപ്രസീവ് ആണ്, ഇന്റർവ്യൂ കാണുമ്പോൾ ആളുകൾക്ക് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. എന്നാലും ഇപ്പൊ തന്നെ കാണുമ്പോൾ കുറച്ച് ടെൻഷൻ ഉള്ള പോലെ തോന്നുന്നു. അല്ലല്ല, ഇത് മാറ്റാൻ ടെൻഷൻ മാറ്റി വയ്ക്കൂ, അല്ലെങ്കിൽ ഇത് ഈ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ ലാലേട്ടൻ എന്തെങ്കിലും ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ ഉപദേശിക്കുന്നുണ്ടോ? ഒരു കാര്യമില്ല, ടെൻഷൻ ഞാൻ തന്നെയല്ലേ മാറ്റി വെക്കേണ്ടത്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു എക്സാം എഴുതിയത് പോലെയാണ്. നന്നായിട്ട് എഴുതിയാൽ ജയിക്കും, മോശമായിട്ട് എഴുതിയാൽ തോന്നും, അല്ലേ? സോ ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. പക്ഷെ ഈ ഞാൻ പറയുന്നത് എനിക്ക് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കപ്പെടുന്നു ഇങ്ങനത്തെ ഒരു ടെൻഷനില്ല. ഇപ്പൊ 370ാമത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ. ഈ ടെൻഷന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയാണ്. കാരണം ഈ പ്രണവ് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സമയത്ത് ആദ്യമേ പറഞ്ഞിരുന്നു, ചേട്ടാ ഈ ഇന്റർവ്യൂസിനൊക്കെ കുറച്ച് ടെൻഷനാണ്. അപ്പൊ നമ്മളത് അനുവദിച്ചു കൊടുത്തു. മായ സിനിമയിൽ വന്നപ്പോൾ ഇത് തന്നെ പറഞ്ഞിരുന്നു, അയ്യോ ഇത് എല്ലാവരുടെയും മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, നമ്മളങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനൊക്കെ. ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ മോള് വരണ്ടാന്ന് പറഞ്ഞു. സിനിമയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഇല്ല മോളെ അതാ ഒന്ന് ജസ്റ്റ് വന്നാൽ മതി, എന്തെങ്കിലും നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് അല്ലേ, എന്തെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ പാവം വന്നിട്ട് അതിനിപ്പോ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായി. ഇതാണ് സത്യസന്ധമായ കാര്യം. ആളുകളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ ഭയങ്കര നെർവസ് ആവുന്ന, ഈ ചോദ്യങ്ങളുടെ മുന്നിൽ എങ്ങനെ ഫേസ് ചെയ്യണം, ഈ ഒരു ഇന്റർവ്യൂസിൽ എന്നൊക്കെ ഭയങ്കര നെർവസ് ആവുന്ന ഈ ഒരു വ്യക്തി, നമുക്കൊരു നാഷണൽ ഇഷ്യൂ ഉണ്ടായ സമയത്തേക്കിന് മറ്റെന്തും സംഭവിച്ചോട്ടെ, ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രി ആണെന്ന് സ്വയം മനസ്സിലാക്കുകയും നമുക്കിവിടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തിരിച്ചറിയുകയും എന്നിട്ട് ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത്, എന്താണ് ശരിയെന്ന് ആലോചിക്കുകയും നമ്മുടെ ഫ്യൂച്ചർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും, അതും ദ ബിഗ് മോഹൻലാൽ, ആ മനുഷ്യന്റെ മകളായിട്ടുള്ള ഒരു വ്യക്തി, പുള്ളിക്കാരി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചർച്ചയാവുമെന്ന് അറിഞ്ഞിട്ട് കൂടി ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ആ കുട്ടികൾക്കൊപ്പം അല്ലെങ്കിൽ ഈ ഒരു പ്രൊട്ടസ്റ്റിനൊപ്പം നമ്മുടെ ഈ ഒരു ഫ്രീഡം ഫൈറ്റിനൊപ്പം നിൽക്കാനെ കൊണ്ട് തയ്യാറായിരിക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുക ഹ്യൂജ് റെസ്പെക്ട് പുള്ളിക്കാരി അർഹിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇത്ര നെർവസ് ആയുള്ള ഒരാള് ഇത്രയൊക്കെ കാര്യങ്ങൾ എന്ത് വന്നാലും പോടാവില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ അതിനെ ഫേസ് ചെയ്യാനെ കൊണ്ട് തയ്യാറായിട്ടുള്ളത്. എനിക്ക് ആൾക്കാരെ ഒന്നും തിരുത്താനൊന്നും പറ്റില്ല, അവരെന്തോ വിടലത്തരം വേണമെങ്കിലും കാണിച്ചോട്ടെ, എനിക്ക് എന്ത് തോന്നുന്നു ഞാൻ അതാണ് ചെയ്യണമെന്ന്, ആ ഒരു മൈൻഡ് സെറ്റില്ലേ, അത് തന്നെയാണ് വേണ്ടുന്നത്. ഇങ്ങനെയുള്ള ഒരു ആളുടെ അടുത്താണ് വന്നിട്ട് നമ്മുടെ മേജറെണ്ണം വന്നിട്ട് വിസ്മയ്ക്ക് അതൊന്നും അറിയത്തില്ല, വിസ്മി എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്, വിസ്മി അങ്ങനെയാണ് ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേണ്ടല്ല. ഇനി അടുത്ത ഇന്റർവ്യൂവിന്റെ ഭാഗം കാണാം. തോട്ട് പ്രോസസ് നടക്കുന്നു, ഒരു അഭിപ്രായം പറയുമ്പോഴും അഭിനയിക്കുമ്പോഴും ഇവരെന്താ മോഹൻലാലിന്റെ മകളാണ്, അങ്ങനെ ഒരു ഫീൽ എപ്പോഴെങ്കിലും വരാറുണ്ടോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ എഴുതിയാലോ ചെയ്താലോ ഒരു
ആൾക്കാർ മുഴുവൻ ഒരു റഡാറിലാണെന്ന് അങ്ങനെ തോന്നാറുണ്ടോ? ഞാനൊരു ഇൻഡിവിജ്വലാ. സോ യെസ്, അച്ഛൻ എൻ്റെ അച്ഛനാ. You have all the freedom to talk. Addition as an individual, you have all the right to talk and express it. ഇതെങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഒരു കാര്യം എന്ത് പറഞ്ഞാലും കുഴപ്പമായിട്ട് വരുന്ന ഒരു സമയമുണ്ട്. അപ്പൊ ഞാനൊക്കെ അതിൽ കൂടെയാണ് പോകുന്നത്, അറിയാം. സമയമാണ് അതൊരു നിങ്ങളുടെ പോപ്പുലാരിറ്റി കൂടി കാര്യങ്ങളൊക്കെ ഫോക്കസിലേക്ക് മാറുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. ചിലവരെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്തും അതേപോലെ ആളുകൾ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടൊക്കെ പറയും, നമ്മൾ വി ഡോണ്ട് മൈൻഡ്. No, because at the end of the day, എനിക്ക് I mean, I can't control you. I can't control them or anybody. I can only control myself and what എനിക്ക് വേറെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിന്റെ പറ്റി എന്തിനാ ഞാൻ ഇരുന്ന് അയ്യോ ആൾക്കാർ എങ്ങനെ പറയുന്നുണ്ട്, അത് why would I, എനിക്ക് അങ്ങനെ എമോഷൻസ് ദ ബിഗ് ലാലേട്ടന്റെ മകളായിട്ടുള്ള ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരു കാര്യം പറയുമ്പോൾ ആൾക്കാർ അത്രത്തോളം ശ്രദ്ധിക്കും, ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് കൂടി ആൾക്കാരെ ഒന്നും തിരുത്താൻ പറ്റില്ല. ഇത്രയും എന്തോ ഒരു സൈബർ അറ്റാക്കാണ് പുള്ളിക്കാരിക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം വന്നത്. അപ്പൊ പോലും ഈ പറയുന്ന ഇപ്പം ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ നടന്നു പോവാം അല്ലേ? പക്ഷെ അപ്പോഴും ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു കാര്യത്തിനൊപ്പം നിൽക്കേണ്ടുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കി അങ്ങനെ നിൽക്കുന്നേക്കുന്ന ഒരു വ്യക്തിയാണ്. പല ആൾക്കാരും നിശബ്ദരായിട്ട് ഇന്നേക്കുന്ന ആൾക്കാരുണ്ട്, നിഷ്പക്ഷരായിരിക്കുന്നത്. ഈ നിഷ്പക്ഷരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ആൾക്കാർ അതിനു വേണ്ടിയിട്ട് പോരാടി അവരുടെ ചോരയും നീരും എല്ലാം വെള്ളമാക്കിയിട്ട് അവര് കിടന്ന് പോരാടിയതിന്റെ ഫലമായിട്ട് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് തരുന്ന സാധനങ്ങൾ ഓസിന് വാങ്ങി നക്കുക എന്ന് പറയുന്നൊരു പരിപാടിയാണ്. അതാണ് ഈ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത്. ഈ മേജർ രവിയൊക്കെ പിന്നെ ആ കൂട്ടത്തിൽ പെടുന്നുണ്ട്. അവരൊക്കെ അടിമകളാണ്, ചാണകദീനികളായിട്ടുള്ള അടിമകളാണ്. ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കാനെ കൊണ്ട് പോകുന്ന അന്നത്തെ ആ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സെയിം പരിപാടി തന്നെയാണ് ഇപ്പോഴും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വലിയ മാറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ വിസ്മയുടെ ഈ പറയുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ എപ്പോഴും അത് നമ്മുടേതായിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ എന്ത് പറയും, എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇതിന്റെ കോൺസിക്വൻസസ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ അത് രണ്ടാമത്തെ കാര്യം. നമ്മൾ പറയുന്നത് നമ്മളുടെ അഭിപ്രായമായിരിക്കണം എന്നുള്ള നിലയിൽ വന്ന് പറഞ്ഞേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അത് ഭയങ്കര അടിപൊളി കാര്യം. ഇപ്പം നമ്മുടെ വീഡിയോസിനകത്ത് ചില ആൾക്കാർ വന്ന് എനിക്ക് ഈ അടുത്ത് ഭയങ്കര നെഗറ്റീവ് കമന്റ് വന്നേക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ തമ്മിൽ ഷോയിനകത്ത് മറ്റേ വസ്ത്രധാരണം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ. ആക്ച്വലി അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുന്നത് തന്നെ ഭയങ്കര വൃത്തികെട്ട മോശപ്പെട്ടൊരു കാര്യം ഞാൻ ആ വീഡിയോക്കകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് വന്നിട്ട് നീ അങ്ങനെയാണോ മറ്റേതൊന്നും പറഞ്ഞുകൊണ്ടെന്നാ നീ അങ്ങനെ ചെയ്യടോ ഇങ്ങനെ ചെയ്യടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് സാധനങ്ങളൊക്കെ വരുന്നത്. അതായത് വസ്ത്രധാരണമൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ. അപ്പോൾ അത് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇല്ല അതിന് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ കുറേ ടീംസ് ഉണ്ട്. ഈ തന്തവൈബ് വർത്താനം പറയുന്ന വസ്ത്രധാരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ നമ്മൾ പറയുന്നത് ചെയ്യാൻ പാടുള്ള മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നേക്കുന്ന കുറച്ച് ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഈ തന്തവൈബ് പഠിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോസിന് എന്നുള്ള ചാനൽസിനൊക്കെ ആണെങ്കിൽ ഭയങ്കര വ്യൂവർഷിപ്പ്, ഒടുക്കത്തെ സപ്പോർട്ട്, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കമന്റ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഓക്കെ കമന്റ് സെക്ഷൻ എങ്ങനെയാണ് കുറെ തന്തവൈബ് മൈൻഡ് സെറ്റ് ഉള്ള കുറെ വസന്തങ്ങളുണ്ട്. അപ്പോൾ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറേ ആക്സെപ്റ്റൻസും റീച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റി പറയാം. പക്ഷേ ആ പറയുന്നത് നമ്മളുടെ അഭിപ്രായമല്ല, നമ്മൾ പറയുന്നത് നമ്മളുടെ അഭിപ്രായമായിരിക്കണം. അപ്പോഴും അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വേറൊരാൾ വന്നിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ബ്രോ ഈ പറഞ്ഞത് ബ്രോന്റെ ലൈഫിൽ ആപ്ലിക്കബിൾ ആണോ എന്നുള്ളത്. ഞാൻ ആളുടെ അടുത്തും പറഞ്ഞ കാര്യമാണ്. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം. എനിക്കൊരിക്കലും എന്നെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഒരു 10 വ്യൂ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് എൻ്റെ അഭിപ്രായം മാറ്റി പറയുന്നത്? അത് ആ പറയുന്ന ഒരിക്കലും എൻ്റെ അഭിപ്രായമല്ല. അപ്പം ഞാൻ ആ ഓഡിയൻസിനേക്കാൾ ഉപരി ഞാൻ ഫസ്റ്റ് എൻ്റെ അടുത്ത് ഹോണസ്റ്റ് ആയിട്ടിരിക്കണം. എങ്കിലല്ല എനിക്ക് നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് ഹോണസ്റ്റ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ വിസ്മയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൽ ഈ പറഞ്ഞ സംഘിക്കൂട്ടങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചു. ഈ പറയുന്ന പോലെ തന്നെ എന്ന് കരുതിയിട്ട് നമ്മൾ നമ്മുടെ അഭിപ്രായം മാറ്റേണ്ട കാര്യമുണ്ടോ? എന്ത് സംഭവിച്ചോട്ടെ, ആൾക്കാർ സപ്പോർട്ട് ചെയ്യോ നെഗറ്റീവോ എന്ത് ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ പറയുന്നത് നമ്മളുടെ അഭിപ്രായമായിരിക്കണം. അതിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട കാലമാണ്. പക്ഷെ അങ്ങനെ പേടിച്ച് നമുക്ക് ജീവിക്കാനാണെങ്കിൽ വരാതിരിക്കാനേ പറ്റുള്ളൂ, ഒന്നും പറയാതിരിക്കാനേ പറ്റുള്ളൂ. ഈ ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക്. ഇപ്പോൾ പണ്ട് ഈ ഫേസ്ലെസ് ആൾക്കാരുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് പുള്ളിക്കാരിക്ക് കൂടുതൽ ഈ പറഞ്ഞ സൈബർ അറ്റാക്ക്, പുള്ളിക്കാരുടെ പോസ്റ്റുകളിലും അല്ലെങ്കിൽ ഇതായിട്ട് റിലേറ്റഡ് വരുന്ന സംഭവത്തിനെല്ലാം കുറേ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ അടിച്ച് കയറ്റിയേക്കുന്നത് ഈ പറയുന്ന ഫേസ്ലെസ് ആയിട്ടുള്ള പ്രൊഫൈലിൽ നിന്ന് തന്നെയാണ്. അതായത് ഈ സംഘിക്കൂട്ടങ്ങൾക്ക് ചാണകങ്ങൾക്കാണെങ്കിൽ ഉമ്മാർക്ക് സ്വന്തമായിട്ടൊരു മുഖമില്ല, സ്വന്തമായിട്ടൊരു പേരില്ല, എന്തിനാ സ്വന്തമായിട്ടൊരു അച്ഛൻ പോലും ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ പേര് വാലറ്റത്ത് ചേർക്കണം എന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കും ഉമ്മാർ ഇത്തരത്തിൽ ഈ പറയുന്ന ഫേക്ക് ഐഡിയൊക്കെ ഉണ്ടാക്കിയിട്ട് വരുന്നത്. അമ്മമാർക്ക് അച്ഛൻ്റെ പേര് പോലും അറിയത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. സ്വന്തം ഐഡി എന്നെങ്കിലും വന്നിട്ട് ഇമാതിരി അപരാധം പറയാനുള്ളൊരു ഇതെങ്കിലും കാണിക്കട്ടെ. അതിനുള്ള ഗട്സ് പോലും ഇല്ലാത്തവന്മാരാണ്. അതിനുള്ള ഗട്സ് പോലും ഒരു കമന്റ് ഇടാനെ കൊണ്ട് സ്വന്തം പ്രൊഫൈലിൽ നിന്ന് ഇടാനുള്ള ഗട്സ് അമ്മമാർക്കില്ല. അങ്ങനെയുള്ള എണ്ണങ്ങളാണ്. ഞാൻ ഒരിക്കലും ആരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു,
അപ്പോൾ പറഞ്ഞു പണ്ടും ഉണ്ടായിരുന്നില്ല, അന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതിലൊന്നും വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളെ അറിയാതെ പ്രാഗുമായിരുന്നു എന്ന് പറഞ്ഞു. അതൊരു വേറൊരു തലത്തിൽ നിന്നുള്ള ഒരു ആൻസറാണ്. അത്തരം പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിലൊരു സന്തോഷമുള്ള ആൾക്കാരുണ്ട് അല്ലേ, ഒരു എക്സ്ട്രസ് ഒരു പെപ്പപ്പ് കിട്ടുന്ന ആൾക്കാരുണ്ട്. അതങ്ങനെ ആൾക്കാരുണ്ട്. അവർ ലെറ്റ് ദം ബി ഹാപ്പി, അതാണ്. അല്ലാതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളന്ന് പിള്ളേരിനെ വളർത്തിയത് ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ. അപ്പോൾ ഈ ഫ്രീഡം ഓഫ് തോട്ട് കൊടുക്കുമ്പം നീ ആലോചിച്ചാൽ മതി, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. സോ വെൻ യു ഗിവ് ദം ഫ്രീഡം ഓഫ് തോട്ട്, ദേ വിൽ ഹാവ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ആൻഡ് വൺസ് ദേ എക്സ്പ്രസ്, ഇറ്റ് ഇസ് ദെയർ പോയിന്റ് ഓഫ് വ്യൂ. അത് വന്നിട്ട് ഇറ്റ് ക്യാൻ ബി ഡിഫറെൻറ്റ്, എൻ്റെ ഇതിലിരുന്ന് ഡിഫറെൻ്റ് ആയിരിക്കും, ബി ഡിഫറെൻറ്റ് ഫ്രം യോഴ്സ്. അതുപോലെ കാണുന്ന ആൾക്കാർക്കൊക്കെ വേറെ വ്യൂ പോയിന്റ് ആയിരിക്കും, ഓർ മേ ബി ദ സെയിം. ഇതാണ് മനുഷ്യന്മാരുടെ ഒരു ക്വാളിറ്റി. ഓക്കെ, ഇപ്പം ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ ഉള്ള നമ്മുടെ ഒരു നാട്ടിൽ അത് ചെയ്തതിൻ്റെ പേരിലാണ് നമ്മളുടെ നാളത്തെ ഇന്ത്യക്ക് വേണ്ടി, ഫ്യൂച്ചർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തതിൻ്റെ പേരിലാണ് മേജർ അണ്ണനൊക്കെ വന്നിട്ട് ഇമാതിരി സോമ്പത്തിനെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് എമ്പുരാൻ സിനിമ ഇറങ്ങിയ സമയത്ത് ലാലേട്ടൻ എന്തോ ഒരു സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് എൻ്റെ മേജർ അണ്ണ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇനി മുതൽ അല്ലാത്ത പടങ്ങളൊന്നും ചെയ്യാൻ നിൽക്കില്ല, നിങ്ങൾ പ്രൊപ്പഗണ്ട മൂവീസ് മാത്രം ചെയ്യും. നിങ്ങൾക്ക് പറ്റിയ പണി അതാണ്, നിങ്ങൾക്ക് അതേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഇന്ത്യൻ ആർമീനെ ഞാൻ ഒരിക്കലും ഡിസ്റെസ്പെക്ട് ചെയ്യല്ല ഇവിടെ, ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ ആർമീനെ. പക്ഷേ ഇങ്ങേറെ ഈ ഒരു കാര്യത്തിൽ ഇങ്ങേറെ മാത്രം, ഇങ്ങേറെ ഒരു കുണം കൊണ്ട്, ഇങ്ങേറെ അഭിമാനം കൊണ്ട് മാത്രം ഒരു കാര്യം അങ്ങ് പറയാണ്. ഇങ്ങേറെ കിടേണ്ടുന്ന പേര് മേജർ രവി എന്നല്ല, മേജർ നായ എന്നാണ്. എടാ, നായ കൊണ്ടല്ലോ ഇതിനെക്കാട്ടി തന്നെക്കാട്ടി ക്വാളിറ്റി. ഇതുപോലെ ഒരു പോയി വല്ല പശുത്തൊഴുത്തിലും കിടക്കണം മേജർ നായേ. എനിക്ക് അതേ പറയാനുള്ളൂ. ഇങ്ങനെ എണ്ണങ്ങൾ എന്താണെങ്കിലും കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇത്രയൊക്കെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി.